everyone. നമുക്കിന്ന് ഒരു 2-3 സ്റ്റോക്കുകൾ അത്യാവശ്യം നല്ല പാറ്റേൺ ഫോം ചെയ്ത് നിൽക്കുന്ന 2-3 സ്റ്റോക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡാങ്കി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ ദിവസം ഏകദേശം 10% 10.5% അപ്വേർഡ് മൊമെൻറ്റം തന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കാണിത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അതായത് നമുക്കൊരു ലോങ് ടൈം 1 മന്തിൻ്റെ ചാർട്ട് ഇട്ട് നോക്കാം. 1 മന്തിൻ്റെ ചാർട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 32ൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ലോ, ഈ അടുത്ത് ലോ ക്രിയേറ്റ് ചെയ്ത് 6ൻ്റെ ലോ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 2021 തൊട്ട് 24 വരെയുള്ള ഒരു ഡേറ്റ എടുത്താലാണ് നമുക്ക് ഈ ഒരു ചാർട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, ബോട്ടം പോയിന്റിൽ നിന്ന് ഒരു റിവേഴ്സലിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മന്ത്ലി ചാർട്ടിൽ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് വീക്ക്ലിയിലേക്ക് കൺസിഡർ ചെയ്യാം. വീക്ക്ലിയിൽ കൺസിഡർ ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ഏരിയയാണ്. ഈ ഒരു ഏരിയ ക്രോസ് ചെയ്താണ് കഴിഞ്ഞ ദിവസം ക്ലോസിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. RSI 60 എബോവ് ആയിട്ട് ആണ് ക്ലോസിങ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ സ്റ്റോക്കിൽ എങ്ങനെ ഒരു എൻട്രി എടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു ഹൈ റിസ്ക് കാറ്റഗറി സ്റ്റോക്കാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഇതിൻ്റെ വോളിയവും ഇതെല്ലാം ഒബ്സർവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്നാണ് ഇതിലൊരു മൊമെൻറ്റം വരുന്നതും അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ അങ്ങോട്ട് വോളിയം ഇല്ല, അല്ലെങ്കിൽ ലോവർ സൈഡിൽ തന്നെ നിൽക്കുന്നു, ലിക്വിഡിറ്റി കുറവായിട്ടുള്ളൊരു സ്റ്റോക്കാണ് ഡാങ്കി എന്ന് പറയേണ്ടി വരും. സോ നമുക്കിതിൽ ഒരു എൻട്രി എക്സിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു സ്വിംഗ് പൊസിഷനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ടൈമിന് ഹോൾഡ് ചെയ്യുകയോ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻട്രാഡേ എന്നുമല്ല. അതായത് വേണമെങ്കിൽ നമുക്ക് ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു BTST എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. 1-2 ദിവസത്തേക്ക് അതിൻ്റെ RSI മൊമെൻറ്റവും നോക്കി നമ്മൾ എങ്ങനെ അതിനെ ഒരു ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്റ്റോക്കിനെ നോക്കി കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു റീജിയൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയൊക്കെ നല്ല റെസിസ്റ്റൻസുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 9.55 ആണ്. 9.55ൻ്റെ ഹൈ ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടായി. അതിനുശേഷം ക്ലോസിങ് വന്നിരിക്കുന്നത് 9.08ലാണ്. ഞാനിതിൽ ഇനി നെക്സ്റ്റ് ഒരു എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോക്ക് 9.27 എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ എപ്പോൾ ക്രോസ് ചെയ്യുന്നു അവിടെ നിന്നൊരു എൻട്രി എടുത്തിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള നെക്സ്റ്റ് നല്ലൊരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? 9.7 റേഞ്ചിലാണ് നല്ലൊരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഒന്ന് സ്കാൽപ്പിംഗ് പോലെ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് അത് ഏകദേശം 4.6% റിട്ടേൺസ് എനിക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നല്ലൊരു മൊമെൻറ്റം വന്ന് നിൽക്കുമ്പോൾ ഈ സ്റ്റോക്ക് പെട്ടെന്നായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. സോ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 9.27 എൻട്രി എടുത്താൽ ഒരു 9.7 എക്സിറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് ബാങ്കിൽ എൻട്രി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ രീതിയിൽ നിങ്ങൾ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കണം എന്നല്ല, ഇങ്ങനെയും നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാനിതിപ്പോൾ പ്രസൻറ്റ് ചെയ്തത്. അതായത് ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ആണ്, അതിനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൊമെൻറ്റത്തിൽ വരുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എൻട്രി എടുക്കുന്നു, ലൈക്ക് സ്കാൽപ്പിംഗ്. വേറൊരു പോയിന്റിൽ നമ്മൾ ആ ഒരു വിതിൻ ദ ലിമിറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രേഡ്. ഇത് മെജോറിറ്റി ആളുകൾക്കും ഇത് ഫെമിലിയർ ആയിരിക്കാം. എന്നാലും അറിയാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ അറിയില്ലാത്ത കുറച്ച് പേർക്കും കൂടി ഒരു ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. ഡോണ്ട് കൺസിഡർ ദിസ് ആസ് എ റെക്കമെൻഡേഷൻ. ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി, ഇങ്ങനെയും ആളുകൾ ട്രേഡ് എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഞാൻ നോക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് GICRE ആണ്. GICRE നമുക്ക് ചാർട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ ഈ ചാർട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാം. മന്ത്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ലൊരു പാറ്റേൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. എന്താണിത്? ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ഇതിനെ നമുക്ക് ഒരു റൗണ്ടിങ് ബോട്ടം പാറ്റേൺ ആയിട്ട് കൺസിഡർ ചെയ്യണോ, കപ്പ് ആൻഡ് ഹാൻഡിലായിട്ട് കൺസിഡർ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
വാട്ട് എവർ ഇതൊരു മന്ത്ലി ടൈം ഫ്രെയിമിൽ, അതായത് 2018 തൊട്ട് 2024 വരെ ഓൾമോസ്റ്റ് 6 ഇയേഴ്സിൻ്റെ കൺസോൾട്ടേഷന് ശേഷമാണ് ഇതൊരു ബ്രേക്കൗട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 524ൻ്റെ ഹൈ ഇത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം 468ലാണ് കഴിഞ്ഞ ദിവസം നമുക്കിത് ക്ലോസിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് വീക്ക്ലി ക്യാൻഡിലിൽ ഒബ്സർവ് ചെയ്യാം. വീക്ക്ലി ക്യാൻഡിലിൽ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, കഴിഞ്ഞ വീക്കിൽ 527ൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഈ വീക്കിൽ 450യുടെ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 468ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ വീക്കിൽ അത് കമ്മിങ് ഡേയ്സിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ബട്ട് ലോങ് ടൈം കൺസോളിഡേഷൻ ബ്രേക്കൗട്ടാണ് GICR തന്നിട്ടുള്ളത്. ഇതിൻ്റെ ശരിക്കും ഉണ്ടായിരിക്കുന്ന പാറ്റേണിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് വി ക്യാൻ കൺസിഡർ വളരെ വലിയ റിട്ടേൺസ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബട്ട് ഫസ്റ്റ് ഇത്രയും വലിയ റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് എത്ര റിട്ടേൺ കിട്ടാം എന്നുള്ളത് ഒന്ന് നോക്കാം. bare minimum we will get a return of about 20%. GICR ന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മിനിമം റിട്ടേൺസ് എന്ന് പറയുന്നത് ഈ പാറ്റേൺ വെച്ചിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. പാറ്റേൺ വെച്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന bare മിനിമം റിട്ടേൺ എന്ന് പറയുന്നത് 20% ആണ്. ഇത് വിതിൻ 2 days അല്ലെങ്കിൽ വിതിൻ 3 days എന്നല്ല, ബട്ട് ഒരു ലോങ് ടൈം കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് ആണ്. ഈ ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ വേഗം തന്നെ നമുക്ക് ഈ ഒരു റിട്ടേണിലേക്ക് സിമ്പിളായിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ദെൻ ഓൾസോ ഹയർ ടാർഗറ്റ്സ് ഉണ്ട് തന്നെ. നമുക്കിനി ഡേ ക്യാൻഡിലിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഡേ ക്യാൻഡിലിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ നമ്മുടെ ട്രെൻഡ് ലൈനിനെ റെസ്പെക്റ്റ് ചെയ്താണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. കമ്മിങ് ഡേയ്സിൽ ഈ ക്യാൻഡിൽ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യും എന്നതിന് അനുസരിച്ചായിരിക്കും ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഈവൻ ദോ നല്ലൊരു പാറ്റേൺ ആണ് GICRയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ദെൻ ഒരു സ്റ്റോക്കും കൂടി നമുക്കിന്ന് നോക്കാം. അത് സുമിക്കമാണ്. സുമിക്കം നമുക്ക് നോക്കാം. സുമിക്കമിൽ ലോങ് ടൈമിൽ നോക്കാം. നമുക്ക് ആദ്യം മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അപ്പർ ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. അപ്പർ ട്രെൻഡ് ലൈന് ഒരു ബ്രേക്കൗട്ട് എന്നല്ല, ഒരു നല്ലൊരു അപ്പർ ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 24 മെയ്യിലാണ്. അതിൽ നിന്ന് നല്ലൊരു അപ്വേർഡ് മൊമെൻറ്റം ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 334ൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 626ൻ്റെ ഹൈ ആണ്. ഓൾമോസ്റ്റ് ഡബിളാണ്. ദെൻ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 527ലാണ്. നമുക്കിനി ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് എന്നുള്ള രീതിയിലല്ല, ബട്ട് ദിസ് ഈസ് എ ഗുഡ് സ്റ്റോക്ക്. നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലിട്ട് ഒബ്സർവ് ചെയ്യാം. നമുക്ക് ഡേ ക്യാൻഡിലിൽ കൂടി ഒന്ന് നോക്കാം. ഇതൊരു എന്താ പറയുക, ഒരു കൺസോളിഡേഷനിലാണ് എന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇതിന് ശേഷം നല്ലൊരു മൊമെൻറ്റം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളൊരു സ്റ്റോക്കാണിത്. ഈ ഒരു റേഞ്ച് 577 റേഞ്ചിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഒരു അപ്വേർഡ് മൂവ് നമുക്ക് സുമിക്കം പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ സുമിക്കമിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ വ്യൂസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളാണ് നമ്മളിന്ന് കൺസിഡർ ചെയ്യുന്നത്. പ്ലീസ് കീപ് ദീസ് 3 ഇൻ യുവർ വാച്ച് ലിസ്റ്റ് ആൻഡ് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ വ്യൂസ് ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും.
And that's all for today. Thank you.